മുജീബ്റഹ്മാനാണ് വഴിക്കടവ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ അവസരത്തിൽ ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അയക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു 4 ദിവസം മുന്നേ ഒരു കുട്ടി വഴിക്കടവിൽ മരണപ്പെട്ടു. ആ കുട്ടിയെ കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. കാരണം ഹോസ്പിറ്റലിൽ കൃത്യമായി എത്തിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ മരണം സംഭവിച്ചു. ഒരുപാട് സമയം നമ്മൾ അതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി സമയം കളഞ്ഞു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിലമ്പൂർ ഏരിയയിലുള്ള ആളുകൾക്ക് എവിടുന്ന് ഒരു സ്നേക്ക് ബൈറ്റ് ലഭിച്ചാലും പാമ്പ് കടിയേറ്റാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അവിടെയാണ് ആൻറ്റി സ്നേക്ക് വെനം ഉള്ളത്. അതിൻ്റെ ഇടയിൽ മറ്റൊരു ഹോസ്പിറ്റലിലും നിങ്ങൾ പോകേണ്ടതില്ല. പാമ്പ് കടിയാണ് എങ്കിൽ മറ്റേതെന്തെങ്കിലും ആക്സിഡൻറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പോകാം. കാരണം അവിടെ നിന്ന് പ്രാഥമികമായിട്ട് നൽകേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ നൽകി അവിടുന്ന് അവർ വേണമെങ്കിൽ റെഫർ ചെയ്യും. പക്ഷെ പാമ്പ് കടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെ കൊണ്ടുപോയി നമ്മളെ സമയം ചെലവഴിക്കണം. കാരണം നിലമ്പൂരിലാണ് അതിന് ആൻറ്റി സ്നേക്ക് വെനമുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിലമ്പൂരിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഈ നിലമ്പൂർ ഏരിയയിൽ ആരാണെങ്കിലും എല്ലാവരും ഇതുപോലെ ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തണം. സ്കൂൾ തലങ്ങളിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം. പൊതുപരിപാടികളിലൊക്കെ പാമ്പുകളെക്കുറിച്ച് നമ്മളൊരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാടുകളിൽ ഇഷ്ടം പോലെ ആളുകൾ പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി അവർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. പാമ്പ് കടി ഏറ്റാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുക. മറ്റു സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയി സമയം ചെലവഴിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.